എക്സിറ്റ് പോൾ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ട്. പലതും ചിലതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്, പലതും തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കാര്യം കൊടുത്തുകൊണ്ട് ഈ 48 മണിക്കൂർ അതിൽ ഡിബേറ്റ് ചെയ്തിട്ട് ആ സമയം നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. കിട്ടാവുന്നതാണ് എന്നേ പറയുന്നുള്ളൂ. കിട്ടും എന്ന് കിട്ടി എന്ന് പറയണമെങ്കിൽ എണ്ണിക്കഴിയണ്ടേ. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. UDF അങ്ങനെ അഭിപ്രായമില്ല. UDFും മുസ്ലിം ലീഗും ഒക്കെ മണ്ഡലം തലത്തിൽ അവരുടെ ബൂത്തിൽ നിന്ന് കിട്ടിയ കണക്കുകൾ വെച്ചാണ് വിശകലനം ചെയ്തത്. ഞങ്ങൾക്കങ്ങനെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നൊരു കണക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. കൂടുതൽ അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയാകുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അത് വരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ച് പോകും. എല്ലാവരും ഉണ്ടാവില്ലേ. ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആരാണ് ഞങ്ങളെ നയിക്കാൻ കൂടുതൽ യോഗ്യൻ എന്നതിനെക്കുറിച്ച് പ്രവർത്തകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ ചില സംസാരങ്ങളിലേക്കൊക്കെ പോകുന്നല്ലാതെ ആരോഗ്യപരമായി അനാരോഗ്യകരമായ പ്രവണതകളുണ്ടായിട്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി തന്നതാണ്. അതിന് പാർട്ടി അതിൻ്റേതായ തെറ്റ് ചെയ്തവരെ പാർട്ടി ശിക്ഷിക്കും. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. എൻ്റെ പേരും അതിൽ വരുന്നുണ്ട്. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. കോഴിക്കോട് ഒരു കല്യാണത്തിൽ വെച്ചാണ് ഒരു 5-6 മാസം മുമ്പ് കണ്ടത്. ഇപ്പോൾ സംസാരിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പോൾ MLA അദ്ദേഹം MLA ആണ്. നിയമസഭയിൽ അബ്ദുൽ ഹുസൈൻ തങ്ങളും അതുപോലുള്ള MLA കാണാറുണ്ട്, ഒരുമിച്ച് ചായ കുടിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അത് രാഷ്ട്രീയ ചർച്ചയായി അംഗീകരിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗ് ഒരാളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല. തങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ 3 ദിവസം മുമ്പ് പൂക്കോട്ട് വെച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ, അതാണ് ഞങ്ങളുടെ അവസാനത്തെ വാക്ക്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതൊക്കെ കൃത്യമായി തക്ക സമയത്ത് പറയാൻ ഞങ്ങളുടെ പാർട്ടിക്ക് കഴിയും. തങ്ങൾ പറയും, അത് തീരുമാനമാവും. ആരെയാണോ പറയുന്നത് അത് പാർട്ടി അംഗീകരിക്കും. എല്ലാവരെയും. അതൊക്കെ പാർട്ടിയുടെ പരിഗണനയും മുതിർന്ന നേതാക്കന്മാരുമായി തങ്ങൾ ചർച്ച നടത്തുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കും. കഴിഞ്ഞ നിയമസഭയിലും എൻ്റെ പേരുണ്ടായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പിലും പേര് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അംഗീകാരമല്ലേ. ഇപ്പോഴൊരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ലേ, അതിലും വലിയ അംഗീകാരം എന്താ വേണ്ടത്? പാർലമെൻ്ററി രംഗത്ത് എന്താണ് എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ താല്പര്യം. പാർട്ടി എന്താണോ പറയുന്നത് അതിൻ്റെ കൂടെ ഉണ്ടാവും. ലീഗിലേക്ക് ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമല്ലേ. പാർട്ടിയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം. ഇപ്പോൾ 25 ലക്ഷമാണ് ഞങ്ങളുടെ മെമ്പർഷിപ്പ്. അത് 25 ലക്ഷത്തി 1 ആയാൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ.